ഹലോ, അപ്പോൾ ഫോർമുല റിവിഷൻ സീരീസ് ഡേ 2 രണ്ടാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ട്രയാങ്കിളിലോട്ട് തന്നെയാണ് നമ്മൾ വരുന്നത്. നേരത്തെ ട്രയാങ്കിൾ ആണ് പഠിച്ചത്. ഇപ്പോൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ ട്രയാങ്കിളിന്റെ ചുറ്റും ഒരു സർക്കിൾ. ഇത് സർക്കിളാന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ വരച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. ഓക്കെ, അപ്പൊ ഇത് ABC എന്നൊരു ട്രയാങ്കിൾ ആണ്. അതിന് ചുറ്റും ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിനെ വിളിക്കുന്ന പേര് സർക്കം സർക്കിൾ. എന്താ? സർക്കം സർക്കിൾ. നേരത്തെ നമ്മൾ ഇൻ സർക്കിൾ എന്നാണ് വിചാരിച്ചെങ്കിൽ ഇതിന്റെ പേര് സർക്കം സർക്കിൾ എന്നാണ്. കാരണം ഈ 3 പോയിന്റുകളെ സർക്കംവെന്റ് ചെയ്തുകൊണ്ടുള്ള സർക്കിൾ. ഇവിടെ ഉണ്ടാവുന്ന ഈ റേഡിയസ്, ഈ സർക്കിളിന്റെ റേഡിയസ് ഉണ്ടല്ലോ, അതായത് ഈ ട്രയാങ്കിളിന്റെ 3 കോണിലോട്ടുമാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഈ റേഡിയസ് നമുക്ക് CR എന്ന് വിളിക്കാം. അതിന്റെ ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഈ ട്രയാങ്കിളിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് നമുക്ക് ABC എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ സർക്കം റേഡിയസ് ഈക്വൽ ടു A × B × C by 4 × ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോർമുല. ഇന്നത്തെ ആദ്യം നമ്മൾ ഇൻ റേഡിയസ് പഠിച്ചു, ഇപ്പത്തെ സർക്കം റേഡിയസ്. ഓക്കെ, അപ്പോൾ സർക്കം റേഡിയസ് പറഞ്ഞാൽ A × B × C by 4 × ഏരിയ ഓഫ് ദ സർക്കിൾ ആണ്. ഓക്കെ, ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഏരിയ ബൈ സെമി പെരിമീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈ 2 വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുക, റിവൈസ് ചെയ്യുക ഡെയിലി. ഓക്കെ.